പ്രാർത്ഥിച്ച് നമ്മളെ കൂടി വരെ ആരംഭിക്കാം. വിശ്വസ്തനായ സർവ്വകർത്താവേ, നല്ല മനോഹരമായ ആലോചനത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്കായി കടന്നു ഒരുപാട് കൃപാതിരുന്നല്ലോ. അതിനാവേ വാസ്തവമായിട്ട് ഈ ആരാധന ആരംഭം അവസാനം വരെയും പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്താൽ നടത്തപ്പെടുവാൻ ദൈവത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയുടെ പാട്ടായ പ്രാർത്ഥന മെസ്സേജ് ഇതൊക്കെ ഞാൻ അനുഗ്രഹമായി തീർക്കണമെന്ന് പ്രാർത്ഥനാവേ. ഞങ്ങൾ കടന്നു വന്ന ആത്മാവ് ദൈവത്തെ ആരാധിച്ച് കൂടുതൽ വായിച്ചു പോകാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നതാവേ. കഴിഞ്ഞ ഒരു വർഷക്കാലം പിതാവ് ഞങ്ങൾ പരിപാലിച്ച് നടത്തി. ഞങ്ങളുടെ കഴിവ് പുതിയ ജ്ഞാനമൊന്നുമല്ല, ദൈവത്തിന്റെ അതിനൊക്കെ കൃപയൊന്നും മാറുന്നതാവേ. അപ്പൊ ഈ വർഷവും നല്ലതാവേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ആരംഭം പിതാവ് ഞങ്ങളെ കണ്ടുന്നതാവേ. ദൈവത്തെ ഞങ്ങൾ സുഖാവേ. ആ സമയം പിതാവ് ഞങ്ങൾക്ക് വേണ്ടി കാലത്ത് ചെയ്ത എല്ലാ തന്നെ ഓർത്ത് ദൈവത്തെ ഞങ്ങൾ സുഖാവേ. ദൈവമേ, ഈ വർഷത്തിന്റെ അവസാന ഞായറാഴ്ച ഞങ്ങൾ എത്തിയിരിക്കുന്നതാവേ. ഇതോളം പരിപാലിച്ച് നടത്തിയ നല്ല ദൈവത്തിനായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കത്താവേ. ഹല്ലേലൂയ. പിതാവ് ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം തരുന്നെങ്കിൽ സ്വർഗ്ഗത്തിൽ ഓരോ താമസമെങ്കിൽ ഹല്ലേലൂയ. വർഷവും ഞങ്ങളുടെ ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും ഒക്കെയുള്ള കൃപ തന്ന ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് വിധം പിതാവ് ഞങ്ങളെ പറ്റി ലോകത്തായിരിക്കുന്ന ആഗ്രഹിക്കുന്നു അത് പ്രകാരമായി തീരുവാൻ കൃപ തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാവേ. ദൈവമേ, ആരെങ്കിലും ഭാരത്തിലോ പ്രയാസത്തിലോ വേദന സംഘത്തിലോ രോഗത്തിലോ കടന്നുപോകുന്നില്ലേ കൂടുതൽ പ്രാപിച്ചു പോകാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥനാവേ. ദൈവമേ, ആരാധന ഭയങ്കരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യമുള്ള സർവ്വകാര്യങ്ങളും സ്വർഗ്ഗരാജ്യത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് മനസ്സിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗരാജ്യത്തിന്റെ പ്രാർത്ഥനകനായ സ്തോത്രം എല്ലാം യേശുവിന്റെ അധികാരം തന്നെ. രണ്ട് പാട്ട് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പകൽക്കാലം ഹല്ലേലൂയ. കർത്താവിനെ നമ്മളെ അവൻ ഈ ഒരു വർഷക്കാലം മുഴുവൻ ഓരോ ദിവസവും നമ്മളെ പരിപാലിച്ച കർത്താവിന് അവൻ ഹല്ലേലൂയ. ആ കാരുണ്യവാനായ കർത്താവ് അവൻ ആ സർവശക്തനായ ദൈവം നമ്മുടെ കരങ്ങളെ പിടിച്ച് നമ്മുടെ യാത്രാവേളകളിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ഒക്കെ നമ്മളെ കാത്ത കർത്താവിന് ഇതാ ആ സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തെ വാഴ്ത്തി നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. വാഴ്ത്തുക നിങ്ങളുടെ വരനെ വാഴ്ത്തുക നിങ്ങളുടെ പാട്ട് പാടി ദൈവത്തെ വാഴ്ത്താം. Hare
സ്തുതിക്കാം. ഹല്ലേലൂയ. കണ്ടോ മൂന്നോ പേർ കൂടുന്നവരുടെ നടുവിൽ അരുളി ചെയ്ത കർത്താവ് അവന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു വർഷക്കാലം നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മുടെ സുഖത്തിലും നമ്മുടെ എല്ലാ അവസ്ഥകളിലും അവൻ ഹാലിന് നമ്മുടെ ദുഃഖവേളകളിലും നിരാശകളിലും ഒക്കെ നമ്മളെ അവൻ ഹാലിക അവൻ ഹാലെ സഹായിച്ചവനായ നമ്മുടെ വിടുതൽ നൽകിയവനായ ആശ്വാസം നൽകിയവനായ കർത്താവിനെ അവൻ നമ്മുടെ ഹൃദയത്തിൽ നല്ല ഭാവത്തിൽ സ്തുതിയോടും സ്തോത്രത്തോടും ആ കർത്താവിനെ ഉയർത്താം. ഹല്ലേലൂയ. അവൻ അടുത്ത ഗാനത്തിന്റെ അവൻ സ്റ്റാൻസിങ്ങിനാണ് പറഞ്ഞത്, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തൻ അവൻ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ അവൻ അത്ര നല്ലവനായ കർത്താവിനെ അവനോട് ഹൃദയത്തിനകത്ത് ഭാഗത്തുനിന്ന് സ്തുതിച്ച് പാടി കർത്താവിനെ വാഴ്ത്താം. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ചേർന്ന് പാടി ദൈവത്തെ വാഴ്ത്താം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുന്ന ഗാനം പാടി ദൈവത്തെ വാഴ്ത്താം. ഹല്ലേലൂയ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗ്രഹിച്ചിടും അവരുടെ ചുവടുകളെ അനുഗ്രഹിച്ചിടും അവരുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് Oh
നല്ല ഗാനങ്ങൾക്കായി സ്തോത്രം കർത്താവേ. നിന്നെ അമ്മ വാഴ്ത്തുവാനും നിന്നെ സ്തുതിക്കുവാനും ഹല്ലേലൂയയുടെ ഉള്ളിൽ നിന്ന് കർത്താവേ നിന്നെ പാടുവാനും കീർത്തിക്കുവാനും ഞങ്ങൾക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ പാടിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലവനായ കർത്താവിനെ ഞങ്ങളുടെ കരുതിയനായ കർത്താവിനെ ഹല്ലേലൂയ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് ഞങ്ങളെ സഹായിച്ചതായ കർത്താവിനെ ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന അവന്റെ വീടുകൾക്കായി അനുഗ്രഹങ്ങൾക്കായി അവന്റെ നന്മകൾക്കായി ഞങ്ങൾ അങ്ങയോടെ വാഴ്ത്തുന്ന കർത്താവേ. അവരുടെ ആരാധനയുമായി മുറ്റുമായി കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. ഓരോ അവൻ ഹല്ലേലൂയ അവന്റെ ശുശ്രൂഷകളെയും കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ ശുശ്രൂഷിക്കുവാൻ എന്റെ ദാസന്മാരെ കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ നല്ല വരുന്നത് അവൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് അറിയുവാനും കർത്താവെ സ്തുതിപ്പാനും വാഴ്ത്തുവാനുള്ള വരുന്നതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വന്നപോലെ അല്ല അനുഗ്രഹം പ്രാപിച്ചവരായി കർത്താവെ എന്റെ വിടുതൽ പ്രാപിച്ചവരായി മടങ്ങി പോകുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ എല്ലാം നിന്റെ നാമത്തിൽ ഫലമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Praise the Lord. Let's all stand in the presence of God and read Psalms 125. Psalms 125. Reading. Those who trust in the Lord are like Mount Zion, which cannot be moved but abides forever. For the scepter of wickedness shall not rest on the land allotted to the righteous, lest the righteous reach out to their hands to iniquity. Let's pray the last verse together. Let's pray for the psalm. Our most loving gracious Father, thank and praise you for the wonderful time Jesus has given us to come to your presence on this Sunday morning. For the Lord Jesus, we thank you, Lord Father Jesus, for the wonderful worship session that you gave us today morning. Father Lord Jesus, I pray that you bless the psalm, Lord Father Jesus. I pray, Lord Father Jesus, that you guide us through your Holy Spirit and give me the grace, Lord Father Jesus, to speak only through your word, Lord Father Jesus. I pray that you bless presence reading, and I submit everybody into your hands. In Jesus' name I pray. Amen. So Psalms 125, the main topic of the psalm is the Lord, the strength of his people. It is not mentioned over here who wrote this psalm, but these are one of the many psalms that people in Israel used to sing when they used to go to Jerusalem. So in Jerusalem is where all the Israelites used to celebrate all the feasts, all the major feasts of Israel. They used to go to Jerusalem and celebrate it over there. Now, when they travel to Jerusalem, a lot of people from the surrounding areas, it takes for them 2 to 3 days for them to reach Jerusalem. And this is one of the many psalms that they sing on their way to Jerusalem. When you read this psalm and you read many other psalms, as says the Song of Ascents, they talk about the joy for reaching Jerusalem, their happiness for reaching Jerusalem. And also, if you read some of the psalms, they talk about the coming of the Messiah. So all these psalms, they combine together and they sing for many days when they go towards Jerusalem. Now I would like to read the first verse. Those who trust in the Lord are like Mount Zion, which cannot be moved but abides forever. Now Mount Zion is a very important place in Israel. It is where the city of David was built. Now when you look at the time, when you read throughout the Bible during the beginning of the Old Testament, you would see that David built it in such a way that it was not easy for the enemies to go through the Mount Zion. It was not easy for them to penetrate into the city of David, because David, he built a lot of fortress over there. He built a lot of, there was a lot of traps actually set around Mount Zion, so that the people, these enemies, would not be able to reach Mount Zion. And that is how God is with us. For us, he always protects us. He keeps us safe. He is like our Mount Zion. Sometimes from afar we see the enemy is coming towards us. In life, there are many difficult situations that come towards us. We see them from afar and we get scared. But one thing we should remember is God is like Mount Zion.
He will keep us safe. He's put us in a top high pedestal that nobody can get towards us. I would like to read the second verse. As the mountains surround Jerusalem, so the Lord surrounds his people from this time forth and forever. Now, when you look at the geography of Jerusalem, a lot of people say that Jerusalem is actually on a mountain, but which is actually not true. Jerusalem is placed within mountains, and actually it is 7 mountains that is placed within. The city of Jerusalem, the whole Jerusalem, when you look around, they're placed within 7 mountains. And these mountains are, the first one is Mount Scopus, the Mount of Olives, the Mount of Corruption, where Absalom did his sin against David, Mount Ophel, Mount Moriah, and the new Mount Zion. So these are the mountains that are surrounding Jerusalem. So God is trying to tell over here, what the people are trying to tell over here is that the people of God, when they are in Jerusalem, when they are under God's protection, they will not be shaken. There is strength within the mountains. There is stability within the mountains. People always put their trust in other, in other people or in other material things of this world. Like, people think, okay, I can trust my parents, or I can trust my brothers, I can trust my financial advisors to get me through this life. A lot of people forget that there is someone who is above all this. There is someone who can protect you above all this. And that is our God. He is a strong tower. And Proverbs chapter 18, verses 10, it says that the name of the Lord is a strong tower. The righteous run into it, and they are safe. So when we run towards God, we know that we are safe. I would like to read the third verse. For the scepter of wickedness shall not rest on the land allotted to the righteous, lest the righteous reach out to the hands of iniquity. Now, our life is encompassed by God. God's whole hand is around our lives. It is there in every situation of our life. So we should not be scared. Like I mentioned in the first verse, when we see trouble coming from afar, we should not be scared. We should put our full trust in God. But look at the second part of the third verse. Lest the righteous reach out their hands to iniquity. That means if we make a decision, we are believers, but if we make a decision to move away from God's commandments or move away from His obedience, then God is giving us our decision. He lets us make that decision. That's when we go through a lot of difficulties and troubles. But one thing is, like when you read the actual translation of this, it actually says that even though God removes his hand because of our decision, because we made the decision to move away from God's safety, from his stability, from his protection, God gives us a chance to come back to him. And that is an opportunity that, when we face a difficulty, when we know that, oh my God, this is happening to me, then we realize, you know what? I know there is a protection in God's name. I know that I can run to this strong tower. And when we come back, God is always gracious, He's always merciful to give His protection back in our lives. And I'd like to read verse 4. Do good, O Lord, to those who are good, and to those who are upright in their hearts. Over here, these saints, they're singing about, praying for people who are in the front lines. For us, in the New Testament church, who we are praying for is the good people are the people who are in the front lines preaching the gospel of Christ. We should always pray for them. We should always put them in our prayers because they're taking a lot of risks in their lives to give the gospel to the unbelievers of this world. Another way that we can see this is do good, O Lord, to those who are good. Notice over here that they're not praying for perfect Christians or perfect Jews. They're not praying for the priests who are perfect or people who are sinless. They're praying for people who are upright in their heart. So God looks at our honest heart, at our sincere heart. He does not look at us, oh, are you sinless? Are you perfect? No, because God knows that we are imperfect. He knows that, we fall into our sins. But He wants to see our heart. If we are able to run back to Him, are we able to ask for forgiveness and come back to Him? And this is what our prayer should be for all our believers. To pray for them, like good only happens in their life. We should not judge them, but we should always pray for them. It's written many times in the New Testament that we are not supposed to judge people. We are always supposed to pray for them and let God deal with them. I pray that this psalm will be a blessing for all of you. Please continue praying for me and my family. സംഗീതം കേൾക്കുവാൻ ദൈവമുള്ള അവരെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ
അതുപോലെ സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാൽ തന്നെ നമുക്കറിയാം ദൈവം നമ്മളെ പരിപാലിക്കുന്ന വഴിയാണ്. ഈ ഒരു വർഷകാലം മുഴുവൻ നല്ല ജീവിതത്തിൽ ആർക്കും ദൈവം നമ്മളെ പരിപാലിച്ച് നടത്തി അതിനായ ദൈവത്തെ നമ്മൾ സ്തുതിക്കാം. പർവ്വതങ്ങളിൽ യെരൂശലേമിനെ എങ്ങനെ ചുറ്റിയിരിക്കുന്നു അതുപോലെയാണ് ദൈവം നമ്മളെ ചുറ്റിയിരിക്കുന്നത്. നമുക്ക് ചുറ്റും ശത്രുക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സന്തോഷത്തോടെ സമാധാനത്തോടെ ദിവസത്തിൽ ആരാധിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തന്നു. അതിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ശേഷിക്കുന്ന കാലങ്ങൾ അത് പ്രകാരം ആയി തീരുമാനം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് കോഴ്സ് പാടുകയും അതിനോടനുബന്ധിച്ച് കുഞ്ഞുങ്ങൾ മെമ്മറി വോയിസ് പറയും. അതിനായിട്ട് പാട്ട് രക്ഷിക്കും.
shadow of Almighty. Luke 2:14 and 15. Glory to God in the highest, and on earth peace to men on whom is there rest. The angels went away from them and into heaven, and the shepherds said one another, "Let's go to Bethlehem to see what has come to pass. The Lord has made known to us." Psalms 26, verse 5. I have hated the assembly of evildoers and will not sit with the wicked. And on that day you will ask me nothing, but ask the Father in my name, and he will give anything. And until this day you have asked nothing in my name. Ask and you shall receive. And I have spoken to all of these. I have spoken to you in figurative language, but the time has come that I will no longer speak to you in figurative language, but I will speak to you plainly about the Father. John 16, verses 23 to 25. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, നല്ല സമയത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട കാലം അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ ഉയർത്തിയപ്പോൾക്കായി സ്തുതിക്കുന്നു. അവൻ കർത്താവെ, അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനും കൃപയ്ക്കുമായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവെ, വേണ്ടി ഞങ്ങളുടെ ഭാഗമായിരിക്കുന്ന കർത്താവെ, കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം കർത്താവെ, ഞങ്ങൾ ബലപ്പെടുത്തണം കർത്താവെ. ഈ വർഷം മുഴുവനും ഈ നിമിഷം പരിപാലിച്ചതിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ വചനം ജീവിതം ചൈതന്യമുള്ളവരും ഗുരുവായൂരേക്കാളും മനുഷ്യമാകുന്ന കർത്താവെ, ഇവ ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിഷയം കർത്താവെ, വചനം അയക്കണം കർത്താവെ. വചനം ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. തീ പോലെയും പാറയെ തുറക്കുന്ന ചുറ്റുകളോടെയും കർത്താവെ, ഹല്ലേലൂയ. വിഷയങ്ങളെല്ലാം ദൈവം പ്രവർത്തിക്കണം കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിൽ മറച്ചുകൊള്ളണം. എല്ലാ മഹത്വവും മാനവും വീഴ്ച അങ്ങേക്ക് അർപ്പിക്കുന്ന കർത്താവെ. എല്ലാത്തിനും യോഗ്യനായ കർത്താവെ, അവയെ ഞങ്ങളുടെ പീഡനങ്ങളെ താഴെട്ടുണ്ട് കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ പദങ്ങൾ വീഴുന്ന കർത്താവെ, അങ്ങയുടെ കൃപയാണ് ഞങ്ങളെ സൂക്ഷിച്ചത്. നന്ദി കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളോട് സംസാരിച്ച് ബലപ്പെടുത്തണം. സഭയായി കുടുംബങ്ങളായി അനുഗ്രഹിക്കണം കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹല്ലേലൂയ സഭദേവാസനും ഹല്ലേലൂയൊക്കെ അവിടുത്തായിരിക്കുന്നല്ലോ. അമ്മേ, ഞങ്ങളുടെ മക്കളൊക്കെ ആയിരുന്നതൊക്കെ സൂക്ഷിക്കണം. ഞങ്ങളെല്ലാം ഒരുമിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശു നാമത്തിൽ തന്നെ. ദൈവത്തിന് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട കാലം എനിക്ക് വിരോചനമായി നിൽക്കുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം തന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതിന് മുഖാന്തരമായ തോമസ് അംഗങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇങ്ങനെ അവസരം തന്നതിനെ ഞാൻ സ്തുതിക്കുന്നു. ആ കുടുംബത്തെയും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമുക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം തുടക്കം മുതൽ ഈ നിമിഷം വരെയും നമ്മുടെ സഭയിലെ എല്ലാവർക്കും ലഭിക്കുന്ന എല്ലാവർക്കും അവർ തന്നെ ചിന്തിച്ചാൽ എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചു, ദൈവം സൂക്ഷിച്ചു. നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ഏകദേശം ഒക്കെ നമുക്ക് മറുപടി കിട്ടിയിട്ടുണ്ടാവും. പലതിനും ഇനി കിട്ടാനുണ്ടാവും. അതിനും വിടുതൽ തരുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ ഇതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ദൈവം നമ്മെ സൂക്ഷിച്ചു. നമുക്ക് ദൈവകൃപയിൽ ദൈവ മക്കളായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. അതൊരു വലിയ ഭാഗ്യമാണ്. അനേകർ പിന്മാറിപ്പോയപ്പോൾ, അനേകർ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവമക്കളായിട്ട് ഇതുവരെയും നമുക്ക് ദൈവം ജീവിക്കാൻ ആ ഭാഗ്യത്തെ നമ്മൾ സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തിൽ അസാധാരണ പ്രവൃത്തികളായിരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ദൈവം ചെയ്തത്. കാരണം പല പ്രവൃത്തികളും നമ്മളെ കൊണ്ട് ഒരു കാര്യവും കഴിയത്തില്ല. ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാമല്ലോ, ഇവിടെ പല അത്ഭുതങ്ങളും പ്രാർത്ഥിച്ച വിഷയങ്ങൾ ദൈവത്തിന്റെ അസാധാരണ പ്രവൃത്തി തന്നെ നമുക്ക് കാണുവാൻ കഴിഞ്ഞുവല്ലോ. അതിനൊക്കെ നമുക്ക് സ്തുതിക്കാം. ഈ വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിലൊക്കെ നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മുടെ ജീവനോടെ നമ്മളെ സൂക്ഷിച്ച, ചിലപ്പോൾ നമ്മളിവിടെ ഇരിക്കേണ്ടതായിരുന്നില്ല, എന്നിട്ടും നമ്മളെ സൂക്ഷിച്ചു, അപകടങ്ങളിൽ നിന്ന് പരിപാലിച്ചു. നാം ഇന്ന് കേട്ടതുപോലെ 125-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, യഹോവയുടെ വലിയൊരു കരം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കഴിവോ ഒന്നുമല്ല, യഹോവ അവരെ ചുറ്റി അവരെ പരിപാലിച്ചതുകൊണ്ടാണ്. ഇന്നും നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാകട്ടെ, പുതുവർഷത്തിൽ നാം പാടിയതുപോലെ നാളെ നമുക്കറിയില്ല എന്താണ്, എന്നാൽ നമ്മുടെ കരം പിടിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ പടകിലുണ്ട്. നമ്മുടെ ഈ യാത്രയിൽ അക്കരയ്ക്ക് പോകാൻ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് കർത്താവ് അവരുടെ പ്രശ്നം വന്നപ്പോൾ മാറി നിന്നില്ല. ആ പ്രശ്നത്തിൽ കർത്താവ് ഇറങ്ങി വരുവാനിടയായി. നമ്മുടെ 4-ാമത്തെ വെച്ച് നമ്മുടെ കർത്താവ് നമ്മുടെ പ്രശ്നങ്ങളിൽ മാറി നിൽക്കുന്ന ദൈവമല്ല. നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും നമുക്കൊരു ചാൻസ് തന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അല്ലെങ്കിൽ
ദൈവത്തിന്റെ കരുണ, ഇത്രയും വലിയൊരു ദൈവത്തിന് നമ്മളോട് കരുണ തോന്നിയതുകൊണ്ട് ഇനിയും ഈ പുതുവർഷത്തിലും നമ്മെ കരം പിടിച്ച് നടത്തും. നമുക്ക് ദൈവത്തിനെ സ്തുതിക്കാം. ഇസ്രായേൽ മക്കളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫറവോന്റെ അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് ചെങ്കടലിന്റെ അടുത്ത് വന്നപ്പോൾ ദൈവം അവരെ ചെങ്കടലിൽ മുങ്ങിപ്പോട്ടോ അവരെ നീന്തിപ്പോട്ടോ ഒന്നും ഉദ്ദേശിച്ചില്ല, അവർക്ക് വഴി തുറക്കാനിടയായി. ഇനിയും പുതുവർഷത്തിൽ ചിലപ്പോൾ ചെങ്കടൽ പോലെ അവസ്ഥ ഉണ്ടാവുന്നാൽ വഴി ദൈവം തുറക്കും. കാരണം നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ ദൈവം കഴിവില്ലാത്ത ഒരു ദൈവമല്ല. പല ആൾക്കാരും പല ദൈവങ്ങളെയൊക്കെ വിളിച്ച് പരാജയപ്പെട്ട സ്ഥാനത്ത് നമ്മൾ ഇതുവരെയും നമുക്കറിയാമല്ലോ. നമ്മുടെ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ മാതാപിതാക്കളോടൊക്കെ ചോദിച്ചാൽ അറിയാം, അവരുടെ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ അവരുടെ ചെറിയ പ്രായം മുതലേ അവരെ ദൈവത്തെ വിളിച്ച് പല വിഷയങ്ങളിലും അവരെ നടത്തിയ ദൈവം നമുക്കതിന് മാതൃകയാണ്. നമ്മളെയും നടത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇന്ന് ഞാൻ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥന എന്ന വിഷയത്തെയാണ്. നമ്മൾ ഈ വർഷം അവസാനം കടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അസാധാരണ പ്രവൃത്തികൾ, അസാധാരണ വിടുതൽ ഇനിയും വിടുതൽ നൽകും. അതുകൊണ്ട് ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല പ്രാർത്ഥനകൾക്കും മറുപടി ലഭിച്ചു. പക്ഷെ എന്നാൽ പല പ്രാർത്ഥനകൾക്കും മറുപടി ലഭിച്ചില്ല. അത് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെതായ സമയത്ത് നമ്മൾ വായിക്കുന്നത് പോലെ പൗലോസ് എഴുതിയതുപോലെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം. ദൈവത്തിന്റെ സമയത്ത് പത്രോസ് പറയുന്ന പോലെ ദൈവത്തിന്റെ സമയത്ത് ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നമുക്കാവുമ്പോൾ സിറ്റുവേഷനൊക്കെ നോക്കിയിട്ട് ഇപ്പൊ എന്റെ ജോലി തന്നെ ആയാലും സിറ്റുവേഷനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കും. പക്ഷെ ദൈവത്തിന് അതിൻ്റെതായ ഒരു സമയമുണ്ട്. രാവിലെ ഇവിടെ സംസാരിച്ചു പറയായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കഷ്ടം വരുന്നത് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാനായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കും, കൂടുതൽ അടുത്ത് ദൈവത്തോട് വരും. അപ്പോൾ ആ സമയം നമുക്ക് ദൈവത്തോട് അടുക്കുവാനും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ആയിത്തീരുവാനും പറ്റും. ആ സമയം ദൈവം നമുക്ക് വിടുതൽ തരും. പല വിടുതലുകളും ചിലപ്പോൾ താമസിക്കുന്നത് നമ്മൾ ആകേണ്ട രീതിയിൽ നമ്മൾ ആയിത്തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞ് ദൈവം നന്മ തരും. കാരണം ദൈവം നമ്മുടെ അൾട്ടിമേറ്റ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ നിത്യത നഷ്ടപ്പെടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചില പ്രാർത്ഥനകൾ താമസിക്കുന്നത്, ചിലപ്പോൾ ചില പ്രാർത്ഥനകൾ കേൾക്കാതെ പോകുന്നത്. അത് ചിലപ്പോൾ പറയുന്ന പോലെ ദൈവം അടച്ച നന്മകളോർത്ത് നമുക്ക് സ്തുതിക്കാം. കാരണം വരും ദിവസങ്ങൾ നാം ചിന്തിക്കും, അന്ന് ആ നന്മ അടഞ്ഞത് ഇന്ന് നന്നായി എന്ന്. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും. ഇതെല്ലാം ദൈവത്തിന്റെ സമയത്ത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പല വാക്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. സദൃശവാക്യം 15:29 വായിക്കുന്നു, യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. നീതിമാന്മാരുടെ പ്രാർത്ഥന അവൻ കേൾക്കുന്നു. മർക്കോസ് 11:24 വാഴ്ത്തപ്പെട്ട യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കും. പിന്നെ കർത്താവ് തന്നെ പറഞ്ഞ് യോഹന്നാൻ 14:11 പറഞ്ഞു, എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ പിതാപുത്രന്റെ മഹത്വപ്പെട്ടതിനെ ഞാൻ ചെയ്തു തരും. വീണ്ടും യോഹന്നാൻ തന്റെ ലേഖനത്തിൽ എഴുതുന്നു, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ. അപ്പോൾ ഇങ്ങനെ വാക്യങ്ങളിൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നീതിമാന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ നാം ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രന്റെ മഹത്വപ്പെട്ട് നമുക്ക് ചെയ്തു തരും. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ ലഭിക്കും. അങ്ങനെ പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. വെറും നീതിമാന്റെ പ്രാർത്ഥന, അപ്പോൾ പ്രാർത്ഥനയ്ക്കകത്ത് അങ്ങനെ ആയിരിക്കണം, റൈച്ചസ് ആയിരിക്കണം, പ്രാർത്ഥിക്കുന്നത് ലഭിക്കുന്നത് വിശ്വസിക്കണം, പുത്രനാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എല്ലാം ലഭിക്കും, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ നാം ലഭിക്കും. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ പ്രാർത്ഥനയെ കുറിച്ച് ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഉൾക്കൊണ്ടാണ് നമുക്ക് ദൈവം അതിന്റെ മറുപടി തരുന്നത്. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ ആകുമ്പോൾ, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നതാകുമ്പോൾ നന്മയും ലഭിക്കും. ചിലപ്പോൾ ചില നന്മകളൊന്നും കിട്ടത്തുന്നില്ല, നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ചിലപ്പോൾ അതിന് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടാകും, ചിലപ്പോൾ അതിന് ശ്രേഷ്ഠമായിരിക്കും ദൈവം ഒരുക്കുന്നത്. അത് നമുക്ക് പറയാം. നമുക്കിവിടെ പല വിഷയങ്ങളും നോക്കുമ്പോൾ അസാധാരണ പ്രവൃത്തിയാണ് ദൈവം ഈ വർഷം നമ്മുടെ ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ചെയ്തത്. മനുഷ്യരെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല ആ രീതിയിൽ ദൈവം പ്രവർത്തിച്ചത്. അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് കൂടി വ്യാപരിപ്പിച്ച് ദൈവം പ്രവർത്തിക്കാനിടയായി. അപ്പോൾ നാം ചില അവസരങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ദാവീദിനെ കുറിച്ച് ചിന്തിക്കാം. ദാവീദ് ഒരിക്കൽ ബർശേബയിൽ ആദ്യം ജനിച്ച കുഞ്ഞിനെ ദൈവം ദണ്ഡിപ്പിച്ചു. ആ കുഞ്ഞിന് വേണ്ടി ദാവീദ് ഒരാഴ്ച വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം ആ പ്രാർത്ഥന കേട്ടില്ല, കുഞ്ഞ് മരിക്കാനിടയായി. എന്നാൽ മറ്റൊരു അവസരത്തിൽ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. താൻ തന്റെ മകനെ പേടിച്ച് ഇങ്ങനെ ഓടുന്ന സമയത്ത് പ്രാർത്ഥിച്ചു, കർത്താവെ അഹീത്തോഫേലിന്റെ ആലോചനയെ നിഷ്ഫലമാക്കണമെന്ന് പ്രാർത്ഥിച്ചു. ദൈവം ആ പ്രാർത്ഥന കേൾക്കുവാനിടയായി. അപ്പോൾ അതിന് ഈ പ്രാർത്ഥന ദൈവം നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനും അതിൻ്റെതായ ചില തീരുമാനങ്ങളുണ്ട്, അതിന് പ്രകാരം നമുക്ക് ലഭിക്കുന്നു. പക്ഷെ എല്ലാം ദൈവം അവസാനം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. നമ്മള് കുഞ്ഞിലെ പ്രാർത്ഥിച്ച പ്രാർത്ഥന, വലിയ നമ്മളെ ഒരു പ്രായമാകുമ്പോൾ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് അതിൻ്റെതായ പ്രാർത്ഥനയുണ്ട്, എല്ലാവർക്കും അതിൻ്റെ പ്രാർത്ഥന. പക്ഷെ അതിനനുസരിച്ച് ദൈവം മറുപടി തരുന്നില്ല അതിൻ്റെതായ. പക്ഷെ ഇതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ച് ദൈവം നമുക്ക് തരുന്നു.
ഇതിനെല്ലാം അവസാനം ദൈവമഹത്വം കാണുവാനിടയാവും. നമുക്ക് സ്തുതിക്കാം. ഇനിയും പ്രാർത്ഥിക്കും, നമുക്ക് മറുപടി ലഭിക്കേണ്ട വിഷയങ്ങൾ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. ഞാൻ ഈ പ്രാർത്ഥനയൊന്നും ഞാനെന്നും പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയെ ഞാൻ ഡിസ്കറേജ് ചെയ്യുന്ന ഒന്നുമല്ല. നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം, ദൈവം നമുക്ക് വിടുതൽ തരും. പക്ഷെ ഇതിനകത്ത് ദൈവത്തിന്റെ നന്മയ്ക്കായി കൂടുതൽ ആഗ്രഹിച്ച് ദൈവമഹത്വം വെളിപ്പെടുത്തി അവസാനം അനുഗ്രഹമായി ദൈവം തരുവാനിടയാവും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാല്, കഴിഞ്ഞ ദിവസം ഒരു ദേവദാസന്റെ വചനത്തിൽ നിന്ന് കേട്ടതായിരുന്നു. പ്രസംഗിച്ചോട് ഉദാഹരണം പറഞ്ഞു. രാജുമത്ര പാസ്റ്റർ 2 ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു, ഒരു വീട്ടിൽ, ഒരു ദരിദ്രരായ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അവനൊരു ഷൂസ് ആവശ്യമാണ്. അപ്പൊ ഇവനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, എനിക്കൊരു ഷൂസ് വേണം. അപ്പൊ അവർ പറഞ്ഞു, എനിക്ക് അത്രയും നമുക്ക് വാങ്ങിക്കേണ്ട കാശില്ല. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ പൈതലാണ്, ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. എൻ്റെ മാതാവിന് പോലും അത്രയും വിശ്വാസമില്ല. അതാ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, എനിക്ക് ഉറപ്പില്ല. അത് അവർക്ക് കാശില്ല അത് വാങ്ങിക്കാനാണ്. ഈ പൈതലിനെ 1-2 ആഴ്ച പ്രാർത്ഥിക്കാനിടയായി. അപ്പോൾ ഇവരുടെ വീട്ടിനടുത്ത് ഒരു ധനികരായ കുടുംബത്തിലെ അവരവരുടെ മകന് വേണ്ടി ഒരു ഷൂസ് വാങ്ങിച്ചു. അപ്പോൾ എന്നിട്ട് അവന് പാകമായില്ല. അപ്പോൾ അവരെന്നിട്ട് ഈ വീട്ടിൽ കടന്നു വരുവാനും രാത്രി ഈ പയ്യൻ ഉറങ്ങുന്ന സമയം അവന്റെ അമ്മയോട് ചോദിച്ചു, ഇത് ഇവന് പാകമാവോ ഒന്ന് നോക്കാനായിട്ട് പറഞ്ഞു. പിന്നെ അടുത്ത ദിവസം അവര് നോക്കിയപ്പോൾ ഈ മകൻ എണീറ്റ് അവൻ ആ ചെരുപ്പ് ഇട്ട് നോക്കിയപ്പോൾ അവന് പാകമായി. അവൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നതാണ്, എന്റെ കാലിന്റെ അളവ് വരെ അറിയുന്ന ദൈവം എന്ന് പറയുന്നത്. ഇത് കേട്ട് കണ്ട സംഭവമാണ്. നോക്കണേ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ എന്താണ് ആവശ്യം, എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന കേട്ട് അതുപോലെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥന ഒരിക്കലും ഫലമാകില്ല. എന്തവസ്ഥയാലും പൈതങ്ങളായാലും പ്രാർത്ഥനയുള്ള മാതാപിതാക്കളായാലും അവരുടെ ആവശ്യങ്ങളായാലും അത് പ്രവർത്തിക്കുന്ന നമ്മുടെ ദൈവമാണ്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ, കുറച്ച് ഉദാഹരണങ്ങൾ ഇങ്ങനെ ദൈവചനത്തിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സെക്കരിയാവിന്റെയും എലിസബത്തിന്റെയും ഒരു കാര്യമാണ്. അവരുടെ ജീവിതത്തിലും ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ലഭിക്കുവാനിടയായി. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. എനിക്ക് പ്രധാനമായിട്ട് പറയുന്നത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇവര് ഈ പ്രാർത്ഥന വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അതിന്റെ 1-ാമത്തെ അദ്ദേഹത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ എലിസബത്ത് മരിച്ചയായിരുന്നു. അത് മാത്രമല്ല, ഇരുവരും വയസ്സ് ചെന്നവരായിരുന്നു. ഞാൻ വിചാരിക്കുന്നു ഇവര് വർഷങ്ങളായി ഇങ്ങനെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയായിരുന്നു. ഇപ്പോഴാണ് അതിന് മറുപടിയായത്. ആ മറുപടി കൊണ്ടുവന്നത് അവിടെ ഒരു ദൂതൻ, അത് ഗബ്രിയേൽ ആ മറുപടിയായിട്ട് അവിടെ കടന്നു വരാനിടയായി. ചില പ്രാർത്ഥനാ വിഷയം ഇങ്ങനെയാണ്, വർഷങ്ങൾ ഇങ്ങനെ എടുക്കും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദൈവത്തിന് ഒരു സമയമുണ്ട്. ഇവരെ കുറിച്ച് നോക്കുമ്പോൾ ഇവരെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരോ പ്രാർത്ഥന ജീവിതമല്ലാത്ത ഒന്നുമല്ല. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഇപ്പോൾ അവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റുള്ളവർ വിചാരിക്കും ഇവർ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, ഇവരിങ്ങനെ ജീവിക്കുന്നു, ഇങ്ങനെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നു, അതൊരു ദേവദാസനാണ്, അവരുടെ ആ നറുക്ക് പ്രകാരം ദൈവസന്നിധിയിൽ പോയി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ഇതൊക്കെ ചെയ്തിട്ടും അവരുടെ ജീവിതത്തിൽ താമസം വന്നു. എന്നിട്ട് ഇവിടെ നോക്കണം, ഇതിന്റെ ഒരു പ്രത്യേകത, ഇത്രത്തോളം പ്രാർത്ഥനയിൽ താമസം വന്നുവെങ്കിലും താൻ പോയി ചെയ്യുന്ന ജോലി താൻ ചെയ്യാതിരുന്നില്ല. താൻ തന്റെ ആ നറുക്ക് വീണ് വരുമ്പോൾ ദൈവസന്നിധിയിൽ പോയി ചെയ്യുന്ന ശുശ്രൂഷ അതുപോലെ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്താണ് ദൂതൻ അവിടെ വന്നത്. താൻ ഭവനത്തിലായിരുന്നപ്പോഴല്ല, താൻ യാത്ര ചെയ്യുമ്പോഴല്ല, താൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ വരാനിടയായി. ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് മടുപ്പ് വരുമ്പോൾ ചിലപ്പോൾ തോന്നും നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട, അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെയൊന്നുമല്ല, ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ ദൈവം അതിൻ്റെതായ സമയത്ത് ചെയ്യേണ്ടത്. അതിന് നല്ലൊരു ഉദാഹരണമാണ് ഇവര്. ഇത്രയും പ്രായമായെങ്കിലും തന്റെ ശുശ്രൂഷ അതുപോലെ ചെയ്തു. ആ സമയത്ത് ദൂതൻ അവിടെ സഭയിൽ അവിടെ വരുവാനിടയായി, സംസാരിക്കാനിടയായി. ഇങ്ങനെയാണ് പറഞ്ഞത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ഏത് പ്രാർത്ഥനയ്ക്കും ദൈവത്തിന്റെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നമുക്ക് വർഷങ്ങൾ താമസിച്ചാലും മറുപടി ലഭിക്കാനിടയാവും. നാം ചെയ്യേണ്ട കാര്യം നാം ചെയ്യണം. ഇവിടെ മറ്റൊരു കാര്യം, ഈ പൈതൽ ഇങ്ങനെ ജനിക്കാൻ താമസിച്ചതിന്റെ ഒരു ഉദ്ദേശമുണ്ട്. അതിന്റെ നമുക്ക് അതിന്റെ 1-ാം അധ്യായം അതിന്റെ 14 മുതൽ 17 വരെ ഒരു വലിയ ഇത് കാണുന്നു. ഈ പൈതലിനെ പറ്റി ഒത്തിരി പ്രത്യേകത പറയുന്നു. ഇവൻ മാതാപിതാക്കൾക്ക് സന്തോഷമുണ്ടാവും, ജനത്തിൽ പലർക്കും സന്തോഷം ഉണ്ടാവും. ഇവൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് നിറയും, പലരെയും കർത്താവിലേക്ക് കൊണ്ടുവരും, ഒരുക്കമുള്ള ജനത്തെ കർത്താവിലേക്ക് തിരിപ്പിക്കും, ഏലിയാവിന്റെ ആത്മാവ് പോലെ നടക്കും. ഇത്രയുള്ള ഒരു അത്ഭുത ശിശുവായിരുന്നു ഇത്രയും വർഷം താമസിച്ച് ജനിക്കാനുണ്ടായിരുന്നത്. അതാ ദൈവമഹത്വം താമസിച്ചാലും ദൈവം പ്രവർത്തിക്കുന്നത് കറക്റ്റായിട്ട് വെളിപ്പെടുത്തും.
മറ്റൊരു കാര്യം മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ നിനക്ക് മുമ്പായി എന്റെ ദൂതനെ അയക്കും. ഇവിടെ ഇവൻ ഇത്രയും വർഷം താമസിച്ചത്, യോഹന്നാൻ ജനിക്കാൻ താമസിച്ചത് യേശു കർത്താവ് ജനിക്കുന്നതിന് കുറച്ച് മാസങ്ങൾ മുമ്പ് ജനിക്കണമെന്നായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ടായിരുന്നു ഇത്രയും വർഷം. അവിടെ ഒത്തിരി പൈതങ്ങളൊക്കെ ജനിച്ചു, അതിലൊന്നും ദൈവത്തിന് ഈ പദ്ധതി ഇല്ലായിരുന്നു. ഇത് യേശു കർത്താവിന് വഴിയൊരുക്കാനായിരുന്നു എന്ന്. അതാണ് ഇതിന്റെ പിന്നിലെ പദ്ധതി. അതുകൊണ്ടായിരുന്നു ഇത്രയും വർഷം താമസിച്ചത് ഒരു വലിയ ദൈവമാത്രമല്ല. 1-14-17 വലിയ കാര്യങ്ങൾ ഈ പൈതലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവൻ ഞാൻ പറഞ്ഞതുപോലെ മാതാപിതാക്കൾക്ക് സന്തോഷം ഉണ്ടാവും, ജനങ്ങൾക്ക് പലർക്കും സന്തോഷം ഉണ്ടാവും, പലരെയും ദൈവത്തിലേക്ക് ചെയ്യും. പല നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ താമസിക്കുന്നത് ഒരു വലിയ ദൈവ മഹത്വത്തിന് വേണ്ടിയായിരിക്കും. അത് അനേകർ കണ്ട് അവിടെ പറയുന്ന അനേകരെ ദൈവത്തിലേക്ക് തിരിക്കാൻ, അനേകർ സന്തോഷിക്കാനുള്ള ഒരു വലിയ പദ്ധതിക്കായിരിക്കും ദൈവം താമസിപ്പിക്കുന്നത്. അത് ദൈവം ചെയ്യുകയും ചെയ്യും. അത് മാത്രമല്ല, ഈ പൈതൽ യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യം ഉണ്ടായത് യേശു കർത്താവിന്, അതിന്റെ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ കാണുന്നു, യേശു കർത്താവ് കടന്നു വന്ന് അവിടെ സ്നാനം ഏൽക്കുവാനിടയായി. അതൊക്കെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം. ഇതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് താമസം ഉണ്ടായി. എന്നാൽ അവരുടെ പ്രത്യേകത, അവർ പ്രാർത്ഥന, ഞാൻ മനസ്സിലാക്കുന്നത് പ്രാർത്ഥന നിർത്തിയില്ല. ഇത്രയും വയസ്സായിട്ട് അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നമ്മുടെ ജീവിതത്തിലും ഇത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. വർഷങ്ങളോളം ചില വിഷയങ്ങൾ മനുഷ്യർക്ക് അസാധാരണമായിരിക്കാം, പക്ഷെ ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മളെ വിചാരിക്കുമല്ലോ അധികം സമയം വേണം. നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ഏഷ്യയിലോ ആഫ്രിക്കയിലോ ഒക്കെ പ്രവർത്തിക്കാൻ കഴിയും. കാരണം അത്ര സർവശക്തിയുള്ള ദൈവമാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്കൊരു പ്രചോദനമാണ്. ജനിക്കുന്നത് ഒരു ദൈവം അല്ലെങ്കിൽ കിട്ടുന്ന നന്മ വലിയ ദൈവ മഹത്വത്തിന് വേണ്ടിയായിരിക്കും. ഇവിടെ നിന്ന് വായിക്കുന്നു, അവൻ യോഹന്നാൻ അതുപോലെ സംഭവിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായത്തിലൊക്കെ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പലരെയും സ്നാനം കഴിപ്പിച്ചു, ജനങ്ങളോട് പറയുന്നുണ്ട്, യേശു കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം വാഗ്ദത്തം നിവൃത്തിയാവാനിടയായി. സ്തോത്രം. പല നന്മകളും താമസിച്ചാലും ദൈവമഹത്വം വെളിപ്പെടുത്തുവാനിടയായി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞാൻ മറ്റൊരു ചിന്തയിലോട്ട് പോകുന്നത്, സ്തോത്രം, ചില പ്രാർത്ഥനകൾ ചിലപ്പോൾ പെട്ടെന്ന് മറുപടി കിട്ടുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസഹാക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇസഹാക്കിനെ കുറിച്ച് അറിയാം. ഇസഹാക്ക് ജനിച്ചത് തന്നെ ദൈവം അവർക്ക് കൊടുത്തത് വർഷങ്ങളായി അവർ കാത്തിരുന്ന ഒരു വാഗ്ദത്തത്തിന്റെ പ്രകാരമാണ് ഇസഹാക്ക് ജനിച്ചത്. എന്നാൽ ഇസഹാക്കിന്റെ ജീവിതത്തിൽ മറ്റൊരു പ്രാർത്ഥന ഇവിടെ ഉണ്ടാവാനാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ 21-ാമത്തെ വാക്യത്തിൽ ഇസഹാക്ക് യഹോവയോട് പ്രാർത്ഥിച്ചു. തന്റെ ഭാര്യ റിബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. റിബേക്ക ഗർഭം ധരിച്ചു. റിബേക്ക മച്ചിയായിരുന്നു കൊണ്ടായിരുന്നു താൻ പ്രാർത്ഥിച്ചത്. യഹോവ അവന്റെ പ്രാർത്ഥന. ചിലപ്പോൾ അപ്പോൾ പ്രാർത്ഥന കേട്ടോ അധികം താമസിച്ചാലും എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ പെട്ടെന്ന് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ചില അവസരങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് പ്രാർത്ഥന കേൾക്കും. അതിനും കാര്യമുണ്ട്. സ്തോത്രം. ഈ ഇസ്ഹാക്കിനെ യേശുവിന്റെ പിതാവായ ദൈവത്തെ കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം ഈ 22-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, തന്റെ പിതാവ് തന്നെ കൊണ്ട് യാഗം കഴിക്കുവാനായിട്ട് കടന്നുപോയി. ആ യാഗം കഴിക്കാൻ പോയ സമയം താനിങ്ങനെ കിടക്കുന്നു, തന്റെ പിതാവ് കത്തിയെടുക്കുന്നു യാഗം കഴിക്കാൻ. പക്ഷെ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടതിന്റെ തന്റെ പിതാവ് അബ്രഹാം അതിന് ചെവി കൊടുത്ത് മോളിനുള്ള ശബ്ദം കേട്ട് ആ ആടിനെ എടുത്ത് യാഗം കഴിക്കാനിടയായി. ഇത് തന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇവിടെ നോക്കണേ, ഇസ്ഹാക്ക് യഹോവയോട് പ്രാർത്ഥിച്ചു. തന്റെ ജീവിതത്തിൽ ഇസ്ഹാക്കിന് അറിയായിരുന്നു ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമുക്ക് ദൈവം അതിനൊരു ഭാഗ്യം തന്നു. ആരോട് പ്രാർത്ഥിക്കും? അനേകം ഈ ലോകത്ത് ഏതൊക്കെയോ ദൈവങ്ങളോട്, അറിയാത്ത ദൈവങ്ങളോട്, ചെവി കേൾക്കാത്ത ഇവരോടൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടിയും ലഭിക്കുന്നില്ല. നമുക്ക് അറിയാൻ സാധിച്ചു യഹോവയോട് നാം പ്രാർത്ഥിക്കണം. അവിടെ എങ്ങനെ വായിക്കുന്നു? ഇസ്ഹാക്ക് യഹോവയോട് പ്രാർത്ഥിച്ചു. ഇതിന്റെ പിന്നിലും ഒരു വലിയ വാക്തത്വം ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഈ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്ന ആ സമയത്തിന് ശേഷം, ആടിനെ യാഗം കഴിച്ചതിന് ശേഷം പിതാവായ ദൈവം അബ്രാഹാമിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. ഇത് പിതാവിനോട് പറഞ്ഞ വാക്തത്വം. പുത്രന് അതിലൂടെ ഇസ്ഹാക്കിന് ആ വാക്തത്വം തനിക്ക് ലഭിക്കാനിടയായി. തന്റെ പ്രാർത്ഥനയിലൂടെ. തന്റെ ഭാര്യ മച്ചിയായിരുന്നു, തന്റെ പിതാവിനോട് വാക്തത്വമുണ്ട്, തനിക്ക് അതിങ്ങനെ തലമുറയായിട്ട് വർദ്ധിക്കണമെങ്കിൽ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ചെയ്തു, ആ വാക്തത്വം നടപ്പിലാക്കുകയും ചെയ്തു. ഇവിടെ പെട്ടെന്ന് പ്രാർത്ഥന കേട്ടത് വലിയൊരു വാക്തത്വത്തിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ വാക്തത്വങ്ങൾ ഇഷ്ടം പോലെ കർത്താവ് തന്നിട്ടുള്ള അനേകം വാക്തം നമ്മൾ കാണുവാനിടയായി, പ്രാപിക്കാനിടയായി. ഇനിയും വാക്തത്വങ്ങൾ അനേകമുണ്ട്. നമുക്ക് ആ വാക്തങ്ങളോട് പ്രാർത്ഥിക്കാം. ദൈവം അതിൻ്റെതായ സമയത്ത്
ദൈവം പറഞ്ഞുവെങ്കിൽ ദൈവം ചെയ്യും. മനുഷ്യരൊക്കെ ആണെങ്കിൽ അതിൻ്റെതായ പരിമിതികളുണ്ട്. കാരണം ഇപ്പോൾ ഇന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ കുറച്ച് കാര്യങ്ങൾ കണ്ട് അവർ ചെയ്യാന്ന് പറഞ്ഞാൽ നാളെ ചിലപ്പോൾ അത് മാറിപ്പോയാൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അത് മനുഷ്യരുടേതാണ്. പക്ഷെ ദൈവത്തിന് ഒരിക്കലും അത് തന്റെ വാക്ക് മാറ്റുവാൻ കഴിയില്ല. നമുക്ക് തന്നെ പറയുന്നത് ദാവീദിന്റെ തലമുറകൾ ദൈവത്തിന് അകന്നു പോയപ്പോൾ ദാവീദിനോട് ദൈവം പറഞ്ഞു, നിന്റെ സിംഹാസനം ഞാൻ ഉറപ്പിക്കും, തലമുറയാൽ നൽകും. അതുകൊണ്ട് ദാവീദിനോർത്ത് അത് ആ മാറ്റുവാൻ കർത്താവിന് മനസ്സ് തോന്നിയില്ലെന്ന് പറഞ്ഞു. ആ വാക്ക് പറയുന്ന കർത്താവ് മാറത്തില്ല. നമുക്ക് ഇതിനെ ജീനിയോളജി നോക്കുമ്പോൾ ഇതിനകത്ത് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇങ്ങനെ യേശു കർത്താവ് വരെ വരുവാനിടയായി. ആ പറഞ്ഞ വാക്ക് കർത്താവ് അതുപോലെ ചെയ്യണം. നമ്മുടെ ജീവിതത്തിലും ദൈവം പറഞ്ഞ വാക്കുകൾ ഇനിയും ഈ വർഷത്തിലായാലും ഈ വർഷം ഇനി കുറച്ച് ദിവസം ഉണ്ടെങ്കിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയം ഇനിയുണ്ട്. ദൈവത്തിനൊരു വാക്കുണ്ട്. ആ വാഗ്ദത്തങ്ങൾ ഓർത്ത് നാം പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ അത് അതാ പറയുന്നത്, എല്ലാ ദിവസവും നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഓർത്ത് നാം പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവത്തിന് അറിയാം നമ്മൾ ഇത് വാഗ്ദത്തങ്ങൾ തന്നു, എന്തെങ്കിലും നമ്മൾ ദൈവത്തെ ഓർമ്മിപ്പിക്കണം. നമ്മളെ ദൈവത്തെ ഓർമ്മിപ്പിക്കണം. നമ്മൾ എന്നും അതിനുവേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. നമുക്ക് വാഗ്ദത്തങ്ങൾ ദൈവം നൽകുവാനിടയാവും. ഈ വർഷം അവസാനിക്കുമ്പോഴെങ്കിലും പുതുവർഷത്തിലെങ്കിലും ദൈവം നമ്മുടെ വാഗ്ദത്തങ്ങളൊക്കെ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇനിയൊരു പ്രാർത്ഥന ഞാൻ നോക്കുവാൻ ആഗ്രഹിക്കുന്നത് ദാനിയേലിന്റെ പ്രാർത്ഥനയാണ്. ഇവിടുത്തെ പ്രാർത്ഥന എന്ന് വെച്ചാൽ സ്വന്തമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയല്ല, ആ ജാതികൾക്ക് വേണ്ടി, ആ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. സ്തോത്രം. നമുക്ക് ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 2-3 വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുന്നു. സ്തോത്രം. അവിടെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ഉണ്ടായ ഒരു കാലസംഖ്യ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചു, രട്ടെടുത്തു, വെളിയിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനയോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. സ്തോത്രം. ഇവിടുത്തെ പ്രാർത്ഥന ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ സഭയ്ക്കും ദേശത്തിനും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന പോലെയാണ്. നമുക്കിവിടെ നമ്മുടെ ദൈവം ഒരു സഭ തന്ന് നമ്മളെല്ലാം ആരാധിക്കുന്നു, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നു, ദേശത്ത് ഒത്തിരി വിടുതലുകളുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് പലരും ചിലപ്പോൾ രഹസ്യമായി സഭയ്ക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും. സ്തോത്രം. അതിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് മറുപടി അയക്കും. അതിനൊരു നല്ല ഉദാഹരണമാണ് ഇവിടെ. ഈ ദാനിയേലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് താൻ തിരുവെഴുത്തുകൾ വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. തിരുവെഴുത്തുകൾ താൻ വായിച്ചപ്പോൾ അവിടെ നിന്ന് മനസ്സിലായി 70 വർഷം കൊണ്ട് ഈ ശൂന്യത മാറും. അതുകൊണ്ട് താൻ ഉപവസിക്കാൻ ഇടയായി. തനിക്ക് വേണ്ടിയല്ല, തനിക്ക് ഉൾപ്പെടെ ആ ജനത്തിന് വേണ്ടി, എല്ലാവർക്കും, ആ സഭ അവരുടെ ഇതിനു വേണ്ടി. കാരണം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇവരെ ഇസ്രായേൽ മക്കൾ ദേവസ്വത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചിന്തിച്ചു, ഇവരെ ഞാൻ നെബൂഖദ്നേസറിന്റെ കയ്യിൽ കൊടുക്കുന്നത് അവരെ നശിപ്പിച്ചു കളയാനല്ല, അവരെ മടക്കി വരുത്താൻ വേണ്ടി, അവരെ പഠിപ്പിക്കാൻ വേണ്ടി. അത് ഒരു 70 സംവത്സരം ഞാൻ മടക്കി വരുത്തും. ഈ കാര്യം ദാനിയേൽ മനസ്സിലാക്കി പ്രാർത്ഥിക്കാനിടയായി. സ്തോത്രം. ആ പ്രാർത്ഥനയ്ക്ക് പോകണേ. സ്തോത്രം. ദാനിയേൽ അതിന്റെ 9-4 മുതൽ 20 വരെ നിങ്ങൾ സമയമൊക്കെ വായിക്കണേ. ഒരു വലിയ പ്രാർത്ഥനയാണ്. അതാണ് അതിന്റെ പ്രാർത്ഥന. തന്നിങ്ങനെ പറയുന്നു, തന്റെ ഭാവവും ജനത്തിന്റെ ഭാവവും തന്നെ താഴ്ത്തുവാനിടയായി. അങ്ങനെ ഒരു നീണ്ട പ്രാർത്ഥന 4-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെ ഒരു നീണ്ട പ്രാർത്ഥന അവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. എന്നാൽ ആ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ദൂതൻ കടന്നു വരാൻ. അതാണ് അതിന്റെ വിട. തനിക്ക് വേണ്ടി അല്ല, തനിക്ക് ഉൾപ്പെടെ എന്നാൽ ആ ജനത്തിന് വേണ്ടി, ആ ശൂന്യാവസ്ഥ മാറുവാൻ, തങ്ങൾക്ക് തിരികെ തങ്ങളുടെ നാട്ടിൽ പോകുവാൻ, ഇനി തങ്ങൾക്ക് ഈ അടിമത്വത്തിൽ നിന്ന് ഇനി ഈ ബാബിലോണിൽ ഇനി താമസിക്കേണ്ട ദൈവത്തിന്റെ സമയമായി. ആ വാഗ്ദത്തങ്ങൾ ഓർത്ത് താൻ പ്രാർത്ഥിക്കുന്നു. സഭയോടുള്ള വാഗ്ദത്തം, ദേശത്തോടുള്ള വാഗ്ദത്തം, അതിനെ ഓർത്ത് അതും നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെതായ സമയത്ത് ദൈവം ചെയ്യാനിടയാവും. അനേകം കുടുംബങ്ങളെ തരുവാൻ ദൈവത്തിന് കഴിയും. ദേശത്ത് വേല വർദ്ധിക്കാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ അനേകർ നമുക്ക് ഇതിനു വേണ്ടി നിന്ന് രഹസ്യമായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ, വീണ്ടും ബലപ്പെടുത്തട്ടെ. ഈ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവന്റെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് വായിക്കുന്നത്? നീ ഏറ്റവും പ്രിയനാകുകയാണ്. സ്തോത്രം. അവനെ കർത്താവ് കണ്ടത് ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി പ്രേരണപ്പെട്ടവനെ കണ്ടത് നീ ഏറ്റവും പ്രിയം. നമ്മൾ എന്ത് കാര്യം, ചെറിയ കാര്യമായാലും വലിയ കാര്യം ചെയ്യുന്നത് ദൈവം അത് കണക്കിടുന്നത്. നമ്മളിവിടെ വായിച്ചു. സ്തോത്രം. ശൗൽ കർത്താവ് പറഞ്ഞ കാര്യം കേട്ടില്ല, അത് കർത്താവ് കുറിച്ചു വെച്ചു. നമ്മൾ കഴിഞ്ഞ മുന്നത്തെ നമ്മൾ എന്ത് ചെയ്യുന്നതും കുറിച്ചു വെക്കും. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാം കുറിച്ചു വെച്ച് അതുപോലെ നന്മ നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അല്ലെങ്കിൽ നമുക്കത് നമ്മുടെ സഭയ്ക്കും വേണ്ടിയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇവിടെ ഈ ദേവദാസന് ഇപ്പോൾ തന്നെ ഇത് നടന്ന സംഭവം ദാരിയേവേഷ് രാജാവിന്റെ 1-ാം ആണ്ടിലാണ് ഈ പ്രാർത്ഥന താൻ പ്രാർത്ഥിച്ചത്. എന്നാൽ തന്റെ ജീവിതത്തിൽ മറ്റൊരു പ്രാർത്ഥന താൻ പ്രാർത്ഥിച്ച കാണും. ഇത് കോരേഷ് രാജാവിന്റെ 3-ാമത്തെ വർഷമായിരുന്നു. ഇത് മറ്റൊരു കാര്യത്തിന് വേണ്ടി അവിടെ പ്രത്യേകിച്ച് എഴുതിയിട്ടില്ല. താൻ ദൈവത്തോട് അപേക്ഷിച്ചു. എന്നാൽ ഈ പ്രാർത്ഥനയ്ക്ക്
മറുപടി വരുവാൻ അല്പം താമസിച്ചു. നമുക്ക് ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ 3 ആഴ്ചത്തോളം താൻ പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നു. സ്തോത്രം. എന്നാൽ അതിന് മറുപടി താമസിച്ചു. എന്താണ് അതിന്റെ കാരണം? നമുക്ക് അതിന്റെ 12-13 വായിക്കുമ്പോൾ അവിടെ ദൂതൻ കടന്നു വരുവാനിടയായി. 21-ാം ദിവസം കടന്നു വരുവാനിടയായി. ഇങ്ങനെയാണ് പറഞ്ഞത്, നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. എന്നാൽ പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. ഈ 21 ദിവസം തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അപ്പം തന്നെ വന്നു. പക്ഷേ പാർസി പ്രഭു, അതായത് ആ രാജ്യം അപ്പോൾ ഭരിച്ചിരുന്ന കോരശായിരുന്നു, പാർസി രാജാവായിരുന്നു. അതിന്റെ പ്രഭു അത് ആകാശമണ്ഡലത്തിൽ തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുവാൻ തടസ്സപ്പെടുത്തി. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ ശക്തി ഇല്ലാത്തവർ, അവർ ശക്തിയുള്ളവരാണ്. ഇവിടെ ഗബ്രിയേലാണ് കടന്നു വന്നത്. ഗബ്രിയേലിനെയാണ് പാർസി പ്രഭു തടസ്സപ്പെടുത്തിയത്. എന്നാൽ അപ്പോഴെന്ത് ചെയ്തു? അവിടെ ഇങ്ങനെ വായിക്കുന്നു, പ്രഭുക്കന്മാർ ഒരുത്തനായ മൈക്കൽ കടന്നു വന്ന് അവനെ സഹായിച്ചു. അപ്പോൾ 21 ദിവസം ഈ പ്രശ്നം നടന്നുവെങ്കിലും മിഖായേൽ വന്ന് സഹായിച്ചു. തനിക്ക് ദാനിയേലിന്റെ അടുക്കൽ കടന്നു വന്നു മറുപടി അയക്കുവാനിടയായി. സ്തോത്രം. ഞാൻ പറയുന്നത് സ്തോത്രം, ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന അല്പം തടസ്സപ്പെടുത്തിയാലും അത് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ഉത്തരം ഒരിക്കലും തടസ്സപ്പെടുത്താൻ ഒരു ശക്തികൾക്കും കഴിയില്ല. ഈ പാർസി പ്രഭു അല്ല, അതിനുശേഷം പറയുന്നു യവന പ്രഭു വന്നാലും, അല്ല അടുത്ത് ഭരിക്കുന്ന രാജാവ് യവന പ്രഭു ആയിരുന്നു, അത് വന്നാലും ആ വിശേഷത്തിൽ തടഞ്ഞാലും ഒന്നേ ഗബ്രിയേലിന് കഴിഞ്ഞില്ലെങ്കിലും മിഖായേലിന് കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ദൈവം ഇറങ്ങി വരുവാനിടയാവും. ഇനി നമ്മൾ വായിക്കുന്ന ഇസ്രായേൽ മക്കളെ പിന്തുടരുന്ന ഫറവോൻ അവരുടെ പ്രഭാതയാമത്തിൽ കർത്താവ് ഇറങ്ങി വന്ന് അവരെ ഒന്ന് നോക്കുവാനിടയായി. അവരുടെ രഥചക്രങ്ങളെ തെറ്റിക്കാനാണ് ഞാൻ പറയുന്നത്. ഗബ്രിയേലിന് കഴിഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ മിഖായേലിന് കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ദൈവം ഇറങ്ങി വരുവാനിടയാവും. ദൈവം തന്ന് വിടുതൽ മടക്കുകയും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. കുറച്ചു ദിവസം തടസ്സപ്പെടുത്തിയാലും നമുക്ക് മറുപടി ലഭിക്കുവാനിടയാവും. സ്തോത്രം. ഇനി 1-2 വാക്യം ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അടുത്ത് ഒരു പ്രാർത്ഥന, ഈ പ്രാർത്ഥന എലീഷ പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. ഒരു എലീഷ പ്രവാചകനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. അത് എഴുതിയിട്ടുണ്ട്. നമ്മളെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യനാണ്, പക്ഷെ ദൈവകൃപയും ആത്മാവും ശക്തിയുമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. 1 രാജാക്കന്മാർ 19 4 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. അതാണ് പ്രാർത്ഥന. തനിക്ക് ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാർത്ഥന എടുത്തുകൊള്ളണമേ. നന്മയ്ക്കോ അനുഗ്രഹത്തിനോ ഒന്നുമല്ല, മതി, ഈ ലോകത്തിലെ ജീവൻ മതി. പല അവസരങ്ങളിലും ചിലപ്പോൾ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് വന്നിരുന്നെങ്കിൽ, ഈ കഷ്ടങ്ങൾ പ്രയാസങ്ങളിൽ നിന്ന് കർത്താവ് വന്നിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പോകാമായിരുന്നല്ലോ. നമ്മളും ചിലപ്പോൾ അവസരങ്ങളിലും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഇതുപോലെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് ഇത്. പ്രാർത്ഥിക്കുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം ഇതിന്റെ മുൻപിലത്തെ അധ്യായത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കുവാനിടയായി. അവിടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് മറുപടി വന്നു. അവിടെ ബാലിന്റെ പ്രവാചകന്മാരും താനും കൂടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ താൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു. അതിനുശേഷം ഉണ്ടായ ഒരു സംഭവത്താൽ താൻ ഭയന്ന് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുകൊണ്ടാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. കർത്താവ് അത് പ്രാർത്ഥന കേട്ടില്ല. ഇത് ഞാൻ വിചാരിക്കുന്നത് ദൗത്യം മറന്നുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ അമേരിക്കയിൽ വന്ന് ആദ്യം 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു തിരിച്ച് ഗൾഫിൽ പോകാനുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, ശനിയാഴ്ചയൊക്കെയും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവ് ഒരു വഴി തുറക്കണമായിരുന്നു. കർത്താവ് ആ പ്രാർത്ഥന കേട്ടില്ല. 2016 ഞാൻ ഇതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്, വീട്ടിലെ അമ്മയ്ക്കൊക്കെ വയ്യായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇഷ്ടമോ ഇന്ത്യയിലെ ഒരു ജോലി നോക്കി തിരിച്ചു പോകാമെന്നായിരുന്നു ഞാനും ഒത്തിരി പ്രാർത്ഥിച്ചു. അന്ന് ഇപ്പോഴും ഓർക്കുന്നു, ഞങ്ങൾ പഴയ ചർച്ച ഞങ്ങൾ കൂടി വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ആലിസാൻഡ് ഇങ്ങനെ പറയാനുണ്ടായി, നെഹമ്യാവിന്റെ ഒരു കാര്യം, ഇവരെ ഭയന്ന് ഞാനിങ്ങനെ ഓടിപ്പോകേണ്ടവനോ എന്നുള്ളൊരു രീതിയിൽ എന്നോട് ഒരു ആലോചന പറയാനിടയായി. എന്നിട്ട് ഞാൻ 2018 വീണ്ടും ചിന്തിച്ചു പോകാന്നുള്ളത് പലയിടത്തും അപ്ലൈ ചെയ്ത് ഇങ്ങനെ. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി എന്നോട് വേറെ ഒന്നായതുകൊണ്ട് ദൈവം എന്റെ പ്രാർത്ഥന കേട്ടില്ല. ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു, ഒരു 6 മാസം മുമ്പ് ഞാൻ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്തു. ഇതിന്റെ വേറൊരു പോസ്റ്റ് ആയിരുന്നു, അത് എനിക്ക് ലഭിച്ചില്ല. അതേ കമ്പനി തന്നെ നിങ്ങൾ പലരും അറിയാവുന്ന പറയായിരുന്നു, ദൈവം എനിക്കൊരു വഴി ഒരുക്കുവാനിടയായി. അതിനൊരു ഗുണമുണ്ടായെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചു. അവർ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, എങ്ങനെ ആൻസർ ചെയ്യണം. പക്ഷെ ഇതെല്ലാം ദൈവം അതിൻ്റെതായ സമയത്ത്, എന്റെ പ്രാർത്ഥന അന്ന് കേട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി വേറെ ഉണ്ടെന്നുകൊണ്ട് ദൈവത്തിന്റെ സമയത്ത് അത് ചെയ്യാനിടയായി. ഇവിടെ നോക്കണേ, ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട്. 1 രാജാക്കന്മാർ 19 15 മുതൽ 16 വായിക്കുന്നു. 3 ദൗത്യം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒന്ന്, ഹസായേലിനെ അരാമിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. യേഹൂവിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. തന്റെ പിൻഗാമിയായിട്ട് എലീഷയെ പ്രവാചകനായിട്ട് അഭിഷേകം. ഈ 3 ദൗത്യം മറന്നായിരുന്നു ഈ പ്രാർത്ഥന.
എന്നാൽ ഈ പ്രാർത്ഥന ഇതെല്ലാം തന്റെ ഈ ജോലി കഴിഞ്ഞപ്പോൾ കർത്താവ് അവനെ എടുക്കുവാനിടയായി. നമുക്കറിയാമല്ലോ ഏലിയാവിനെ രഥങ്ങളും അത്യുന്നതമായ രഥങ്ങളും കുതിരകളും വന്ന് എടുക്കുവാനിടയായി. പ്രാർത്ഥന ഒരു ഘട്ടത്തിൽ കേട്ടില്ല, ചിലപ്പോൾ അതുകൊണ്ടാണോ ഇല്ലയെന്ന് അറിയില്ല. പക്ഷെ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം എടുക്കാനിടയായി. ചിലപ്പോൾ ചില പ്രാർത്ഥനകൾ ഉത്തരം അറിയുന്നില്ല, അതിൽ ദൈവത്തിന് മഹത്വമായ മറ്റൊരു പദ്ധതി ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ പോകുന്നത്. അതുപോലെ മറ്റൊരു പ്രാർത്ഥന ഞാൻ അവസാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് യേശു കർത്താവിന്റെ പ്രാർത്ഥനയാണ്. യേശു കർത്താവ് ക്രൂശീകരണത്തിന് മുമ്പേ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. ഇതാണ് പ്രാർത്ഥിച്ചത്: പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. യേശു കർത്താവ് പ്രാർത്ഥിച്ച ഒരു വലിയ പ്രാർത്ഥനയാണ്. ഇതിന്റെ പിന്നിൽ വലിയ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അന്ന് പിതാവ് തന്നെ കുറിച്ച് ക്രൂശിൽ താൻ മരിക്കണം, നമുക്ക് വേണ്ടി മരിക്കണം എന്നുള്ളതായിരുന്നു. ആ സമയം താൻ കർത്താവിനോട് പ്രാർത്ഥിച്ചത്, എങ്കിലും പിതാവിന്റെ ഇഷ്ടത്തിന് താൻ തന്റെ മനസ്സ് വയ്ക്കുവാനിടയായി. നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരു മെയിനായിട്ട് വരേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം ഇങ്ങനെയായിരിക്കും നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവ് അങ്ങയുടെ ഹിതമാണെങ്കിൽ, അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ ഇത് തരണമേ. കർത്താവിന് ഇവിടെ കർത്താവിനെ കുറിച്ചുള്ള പദ്ധതി, കർത്താവ് ക്രൂശീകരണത്തിലൂടെ അനേകം വംശങ്ങളെ, രാജ്യങ്ങളെ, ജനങ്ങളെ വീണ്ടെടുക്കണം എന്നുള്ളൊരു പദ്ധതി അതിന്റെ പിന്നിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു കർത്താവ് പ്രാർത്ഥനയും കേട്ടില്ല. യേശു കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം നിന്നും അതിൽ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. യേശു കർത്താവ് അന്ന് പിതാവിന്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചതുകൊണ്ട് ഇന്ന് നമുക്കും ഇങ്ങനെ കർത്താവിനെ അറിയുവാനും ആ നിത്യജീവൻ നമുക്ക് പ്രാപിക്കാനിടയായി. അല്ലെങ്കിൽ നമ്മളും ഈ ശേഷം മനുഷ്യരെ പോലെ പോയാലേ സ്തോത്രം. നമുക്കും നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് ഇന്ന് നമ്മളിവിടെ കണ്ടതുപോലെ പ്രാർത്ഥനയിൽ പല വിഷയമുണ്ട്. നീതിമാന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നു, കർത്താവിന്റെ ഇഷ്ടപ്രകാരം നാം പ്രാർത്ഥിക്കണം, പുത്രൻ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് മഹത്വപ്പെട്ട് തരും, എല്ലാം ദൈവം ചെയ്തു തരും. പക്ഷെ എല്ലാം നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിഷയങ്ങൾ അല്പം താമസിച്ചാലും അതിലൂടെ ദൈവമഹത്വം വെളിപ്പെടുവാനിടയാവും. നമുക്ക് കാണുന്നത് പോലെ ശക്രിയാവിന്റെയും എലിസബത്തിന്റെ കാര്യം പോലെ അല്പം താമസിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടുത്തുവാനിടയാവും. ചിലപ്പോൾ പെട്ടെന്ന് ഒരു വാഗ്ദത്തത്തിന് വേണ്ടി പെട്ടെന്ന് ഒരു പ്രാർത്ഥന കേൾക്കുവാനിടയാവും. എന്നാൽ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സഭയുടെ വിഷയങ്ങൾ, ദേശത്തിന്റെ വിഷയങ്ങൾക്കൊക്കെ ദൈവത്തിന് വിടുതൽ നമുക്ക് തരുവാൻ കഴിയും. പക്ഷെ എല്ലാത്തിലും അതിൻ്റെതായ സമയത്ത്, തക്ക സമയത്ത്, ദൈവത്തിന്റെ സമയത്ത് എല്ലാം ദൈവം നന്മയ്ക്കായി കുടിവെപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പുതിയ വർഷം കണ്ണുകളടയ്ക്കാം. പുതിയ വർഷം കർത്താവ് നമ്മുടെ വാഗ്ദത്തങ്ങൾ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ശരീരക്ലേശങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, ജോലികൾ, പൈതങ്ങളുടെ കാര്യങ്ങൾ, സഭയുടെ വിടുതലുകൾ, ഇതെല്ലാം നമുക്ക് കർത്താവിന്റെ കരങ്ങൾ കൊടുത്ത് പ്രാർത്ഥിക്കാം. അതിനൊന്നിനും കർത്താവ് മറുപടി അയക്കാതിരിക്കുകയില്ല. അതിൻ്റെതായ സമയത്ത് ദൈവം മറുപടി അയക്കാനിടയാവും. പുതു വർഷത്തിൽ നമ്മുടെ പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവെ, അങ്ങയുടെ സമയത്ത് അങ്ങ് പറഞ്ഞ വാഗ്ദത്തം, അങ്ങ് പറഞ്ഞ വിടുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്കിത് ആവശ്യമാണ്, അങ്ങ് തരണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുതന്നെ നമ്മുടെ പ്രാർത്ഥനയായിരിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ അവസരം ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് ദിവസം നിന്ന് തുടങ്ങുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് നമുക്ക് രൂപയിൽ നിന്ന് കേൾക്കുവാൻ ദൈവം സഹായിച്ചു. ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയെക്കുറിച്ചാണ് രൂപൻ പറഞ്ഞത്. അവരും പല വിഷയങ്ങൾ ദിവസം പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ദൈവം അതിനൊക്കെ മറുപടി അയക്കട്ടെ. നമ്മളെല്ലാവരും ദിവസം പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം തക്ക സമയത്ത് എല്ലാത്തിനും മറുപടി അയക്കും. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ആളിനൊക്കെ ദിവസം പ്രാർത്ഥിച്ചു. അതിനൊക്കെയും നമ്മൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കുന്നത് 3 രീതിയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നിൽ അത് യെസ് എന്നായിരിക്കും, തക്ക സമയത്ത് മറുപടി ഇരിക്കും. അതല്ല എങ്കിൽ വെയിറ്റ്, അല്ലെങ്കിൽ അല്പസമയം താമസിക്കുക എന്നുള്ളതായിരിക്കും. ആ സമയം ദൈവത്തിന് സമയമാകുമ്പോഴത്തേനും അല്ല എങ്കിൽ നോ, അല്ലെങ്കിൽ ദൈവം അതിന് മറുപടി തരുന്നില്ല. അങ്ങനെ 3 രീതിയിലാണ് പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നത്. അതിൻ്റെയൊക്കെ അതിൻ്റെ പുറകിൽ ഒരു ദൈവത്തിൻ്റെ ഹിതം ഉണ്ടായിരിക്കും. നമ്മൾ ഓർക്കും ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച മറുപടി അയച്ചു, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു നൽകും. ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ കുറച്ച് ഇതെന്താണ് വെയിറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവത്തിന് നമുക്ക് മറുപടി അയച്ചു തന്നില്ലല്ലോ. ദൈവത്തിന് ഇതെല്ലാം ഒരു ഹിതമുണ്ട്. അതിനായി ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഈ പ്രാർത്ഥനകൾ ചിന്തിച്ച് നമുക്കത് മനസ്സിലാകും. നമ്മൾ ഈ വർഷം തന്നെ അനേക വിഷയങ്ങൾ പ്രാർത്ഥിച്ചു, ചിലതിനും മറുപടി വന്നു. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, എന്നും മറുപടി കിട്ടുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതൊന്നും നമുക്കറിയുകയില്ല. ചിലപ്പോൾ ചില വിഷയങ്ങൾ മറുപടി ലഭിക്കത്തില്ല.
അതൊക്കെ ദൈവനാമത്തിനായിട്ട് മാത്രമായി തീരാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ ദൈവം ധാരാളമായിരിക്കട്ടെ പ്രാർത്ഥിക്കാം. ഈ ദേശത്ത് സഭയ്ക്കൊക്കെയും അവരെ ദൈവം അനുഗ്രഹമാക്കി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ കുടുംബം അവസാനിപ്പിക്കും. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നാഥൻ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഞായറാഴ്ച കൂട്ടായ്മയും കൂടെ കർത്താവേ ഞങ്ങൾക്ക് നൽകി തന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തിന്റെ കർത്താവേ അവസാന ഞായറാഴ്ചയും കർത്താവേ അനുഗ്രഹത്തോടെ കർത്താവെ ഞങ്ങളെ പറഞ്ഞയക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി കർത്താവെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് കർത്താവ് ഈ വർഷത്തിൽ കർത്താവെ നൽകി തന്ന ഓരോ നന്മകളെയും കർത്താവെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ കർത്താവെ പലവിധമായിട്ടുള്ള ഉത്തരങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് ധ്യാനിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കർത്താവ് കൃപ നൽകി തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങളെ ഇനിയും അനുഗ്രഹിച്ചു കൊള്ളണം. ഈ ആഴ്ചക്കാലം കർത്താവെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് നൽകി തരണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ കർത്താവെ തുടങ്ങിയ സമയം മുതൽ കർത്താവ് ഈ നിമിഷം വരെയും അങ്ങയുടെ സാന്നിധ്യം കർത്താവ് ഉണ്ടായിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പാടിയ പാട്ടുകളിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അങ്ങയെ ദർശിപ്പാൻ ഞങ്ങൾക്ക് കർത്താവ് കൃപ നൽകി തന്നതിനായി നന്ദി പറയുന്നത്. കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് സങ്കീർത്തനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദാസനെ ഉപയോഗിച്ചല്ലോ കർത്താവെ അവരെ ഇനിയും അനുഗ്രഹിച്ചു കൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു. നാഥ പ്രത്യേകിച്ച് കർത്താവെ തോമസങ്ങളെ നീട്ടിക്കുവാൻ കർത്താവെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങളുടെ ജീവദാസനെ കർത്താവ് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ പാസ്റ്റർ കർത്താവ് ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവ് കാത്തോട് പരിപാലിച്ചു കൊള്ളണമേ. കർത്താവെ ഞങ്ങളുടെ കൂട്ടായ്മകളിൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കാതെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പ്രത്യേക അഭിഷേകവുമായി കർത്താവെ ജീവദാസൻ കർത്താവെ തോമസങ്ങളെ കർത്താവ് എഴുത്ത് ഉപയോഗിച്ചതിനായിട്ട് പറയുന്നു. നാഥ കർത്താവ് അവരെ പുതുമായിട്ട് അനുഗ്രഹിച്ചു കൊള്ളണമേ. കർത്താവ് നൽകി തന്ന കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പുതുമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം കർത്താവെ അങ്ങ് കർത്താവ് മുന്നമേ കണ്ടെത്തിയാക്കാൻ സ്തോത്രം ചെയ്യുന്നു. പലവിധമായിട്ടുള്ള ആലോചനകൾ ആ കുടുംബത്തിന്മേൽ ഉണ്ടായിരുന്നുവെങ്കിൽ കർത്താവ് മാനുഷിക ആലോചനകളെ മാറ്റി നിർത്തി കർത്താവ് ഈ ദിവസം ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ആലോചന അറിയിക്കുവാൻ ദേവദാസനെ ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെയും കർത്താവ് മുന്നമേ അറിഞ്ഞ കർത്താവ് പലവിധമായിട്ടുള്ള വാതിലുകളെ കർത്താവ് അടച്ച കർത്താവ് ആദ്യം സ്തോത്രം ചെയ്യുന്നു. അതിനേക്കാൾ ഉപരി കർത്താവെ ഞങ്ങൾക്ക് തുറന്നു വരേണ്ട വാതിലുകളെ തക്ക സമയത്ത് തുറന്നു തന്ന ദൈവമാകാൻ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ കൂട്ടായ്മകളെ കർത്താവെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നൽകി തന്ന കർത്താവ് അനുഗ്രഹിച്ചു കൊള്ളണമേ. കർത്താവെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ ആലയത്തിൽ ആയതുകൊണ്ട് കർത്താവെ അങ്ങേ കർത്താവെ ഈ വർഷത്തിന്റെ അവസാന ഞായറാഴ്ച അനുഗ്രഹത്തോട് കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ നൽകി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നാട്ടിലായിരുന്ന പലരെയും കർത്താവെ ഞങ്ങൾക്ക് കർത്താവെ ഈ ദേശത്തിൽ കൊണ്ടു നൽകി തന്നുവല്ലോ. ഞങ്ങൾക്ക് ചേർന്നിരുന്നുകൊണ്ട് കർത്താവ് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സഹായിച്ചുവല്ലോ. അനേക പ്രാർത്ഥനകൾ കർത്താവ് അനേക നാളുകളുടെ പ്രാർത്ഥനയുടെ ഉത്തരം ഞങ്ങളുടെ കരങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് പ്രാർത്ഥനകൾ കർത്താവെ കേൾക്കുന്ന നല്ല നാഥൻ ഞങ്ങളുടെ മധ്യം ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഞായറാഴ്ച ആയിരിക്കാൻ നൽകി തരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇനിയും വിശ്വാസത്തോടുകൂടെ അങ്ങ് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഓരോന്നും കർത്താവെ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ആകെ സ്തോത്രം ചെയ്യുന്നു. അതിന് ഉത്തരം കർത്താവ് പലവിധം എങ്കിലും കർത്താവെ ഞങ്ങൾ ഒരു പ്രാർത്ഥനാ വിഷയം പോലും കർത്താവ് അങ്ങ് തള്ളിക്കളഞ്ഞിട്ടുള്ള ദൈവം അല്ലാതെ സ്തോത്രം ചെയ്യുന്നു. നാഥ വിശ്വാസത്തോടുകൂടെ ഞങ്ങൾക്ക് പോകുവാൻ കർത്താവെ നൽകി തരുന്ന പുതിയ വർഷം കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹത്തോടെ ബലത്തോടെ ശക്തിയോടെ മുമ്പോട്ട് പോകാനുള്ള കൃപയും ശക്തി ഞങ്ങൾക്ക് തരണം അപേക്ഷിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ കർത്താവെ കരുതിയ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഇന്നത്തെ കൂട്ടായ്മയെ അനുഗ്രഹിച്ച് നൽകി തന്നതിനെ നന്ദി പറയുന്നു. നാഥ സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു കർത്താവിനെ അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സംസർഗവും കാവലും പരിപാലനവും ഇന്നുപോലെ നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും കർത്താവിന്റെ വരവിനെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.